ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഹരണ രീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. എന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 11,111നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തത്, ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നോക്കൂ. 11നെ 9ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാനാണല്ലേ. ഇങ്ങനെയാ മടങ്ങും മിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 11നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരണഫലമായിരിക്കും എന്ത്? മടങ്ങ് എന്ന് പറയുന്നത്. മിച്ചോ ശിഷ്ടാണ് മിച്ചെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? 11നെ 9 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കള്ളിയൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ 11 എന്ന് എഴുതുക അല്ലേ. എന്നിട്ടോ മുകളിൽ 9 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ 9 എന്നും എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 11 എന്ന് പറയുന്നത് 9ന്റെ അടുത്ത് തന്നെയുള്ള സംഖ്യ ആയതുകൊണ്ട് ഏറ്റവും ചെറിയ ഒരു സംഖ്യയാണ് നമ്മൾ അതിൽ കൊള്ളുക എന്നുള്ളത് എഴുതാല്ലേ. അതായത് 1 കൊടുക്കാം. ഒരു 9 എത്രയാണ്? 9 ആണ്. അപ്പോൾ 1 എന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതി. ഇനി അപ്പോൾ ആ മുകളിലുള്ള ആ 9ഉം താഴെ ഈ 1ഉം കൂടെ ഗുണിച്ചിട്ടാണ് 11ന്റെ താഴെ എഴുതേണ്ടത്. ഒരു 9 അത് നമ്മൾ 11ന്റെ താഴെ എഴുതി കൊടുക്കുക. 11ന്റെ താഴെ 9 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 11 9 കുറക്കണം അല്ലേ. 11 9 കുറക്കുമ്പോൾ എത്രയാണ്? 2 കിട്ടും അല്ലേ. ഇനി 2ൽ 9 ഉണ്ടോ? ഇല്ല. അപ്പം അത് തീർന്നിട്ടുണ്ട്, ഹരണം തീർന്നിട്ടുണ്ട്. അതായത് 2 എന്താണ്? മിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇടയിൽ വലത് ഭാഗത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? ആ 9 എന്ന് എഴുതിന് 1 × 9 ആണ് 9 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ താഴെ എന്താ എഴുതുക? ഇപ്പം എത്ര 9 ആണുള്ളത്? 11ൽ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇടത് ഭാഗത്ത് എഴുതുക. അപ്പോൾ നമ്മളെങ്ങനെ എഴുതി? മടങ്ങ് സമ 1 എന്ന് എഴുതി. പിന്നെ മിച്ചം എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ അതിന് മിച്ചം എന്ന് എഴുതി. പിന്നെ വലത് ഭാഗത്ത് എന്താ എഴുതണ്ട? 1 × 9 = 9 എന്നും എഴുതാം. ഇപ്പം നമുക്ക് കാണേണ്ടത് എന്ത് ചെയ്യുന്നു? മടങ്ങും മിച്ചമായിട്ട് എഴുതാനല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ എഴുതാം? മടങ്ങ് 1 ആണ്, മിച്ചം 2 ആണ് എന്ന് എഴുതാൻ പറ്റൂലേ. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് മടങ്ങ്, എത്രയാണ് മിച്ചം എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം കള്ളി വരച്ചിട്ട് പിന്നെ കള്ളിൻ്റെ ഉള്ളിൽ 111 എന്ന് എഴുതുക, മുകളിൽ 9 എന്ന് എഴുതുക അല്ലേ. ഇനി നമുക്ക് ഇടത് സൈഡിൽ 10 എന്ന് എഴുതാം അല്ലേ. കള്ളിൻ്റെ ഇടത് സൈഡിൽ 10 എന്ന് എഴുതാം അല്ലേ. എന്താണ്? 10 9 90 അല്ലേ. 90നെക്കാളും വലുതല്ലേ 111 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 10 എന്ന് കൊടുക്കാം. എന്നിട്ട് പിന്നെ കള്ളിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം? 90 എന്ന് കൊടുക്കാം അല്ലേ. എന്താണ് 90 എന്ന് കിട്ടിയത്? എങ്ങനെയാണ്? 10 × 9. 10 × 9 എത്രയാ? 90 ആണ്. അത് സൈഡിൽ വലത് ഭാഗത്ത് കാണിക്കും ചെയ്യണം. 10 × 9 = 90 എന്ന് കാണിക്കാം. ആ 90 നമ്മൾ കള്ളിൻ്റെ ഉള്ളിൽ എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 111 90 കുറക്കണം അല്ലേ. 111 90 കുറക്കുമ്പോൾ എത്രയാണ്? 21 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് അതിൻ്റെ താഴെ എഴുതാം, 21 എന്ന് എഴുതാം. ഇനി നമ്മൾ 21ൽ 9 ഇല്ലേ നോക്കുക. 21ൽ എത്ര 9 ഉണ്ട്? എന്തായാലും 2 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് താഴെ 2 എന്ന് കൊടുക്കാം അല്ലേ. ഇടത് ഭാഗത്ത് 2 എന്ന് കൊടുക്കാം. ഇനി ആ 2നെ 9 കൊണ്ട് ഗുണിച്ചത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക അല്ലേ. അതായത് 2 9 18 എന്ന്. 21ൻ്റെ താഴെ 18 എന്ന് എഴുതാം. എങ്ങനെയാണ് 18 കിട്ടിയെന്ന് സൈഡിൽ കാണിക്കുക. 2 × 9 ആണ് 18 എന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ 21ന്ന് 18 കുറക്കുക അല്ലേ. 21ന്ന് 18 കുറക്കുമ്പോൾ എത്രയാ? 3 എന്ന് കിട്ടും. ഇനി 3ൽ 9 ഉണ്ടോ? ഇല്ല. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? മിച്ചാണ് അല്ലേ. ഈ പിന്നെ 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചാണ് എന്ത്? 3 എന്ന് പറയുന്നത്. പിന്നെ ഹരണഫലം എത്രയാണ്? 10ഉം 2ഉം ഉണ്ട് അല്ലേ. 10 2ഉം കൂടെ കൂട്ടുമ്പോൾ 12 ആണ്. അപ്പോൾ 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം എത്ര കിട്ടുന്നത്? 12 ആണ്. മിച്ചം എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മടങ്ങ് 12 ആണ്. ആ 3 എന്നുള്ളതിൻ്റെ താഴെ അത് മിച്ചാണ് എന്ന് എഴുതാം. പിന്നെ വലത് ഭാഗത്ത് എന്ത് എഴുതാം? 12 × 9ഉം അധികം മിച്ചായിട്ടുള്ള 3ഉം കൂടെ കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 111 കിട്ടുന്നത് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ. 11നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1ഉം മിച്ചം 2ഉം ആയിരുന്നു. 111നെ 9 കൊണ്ട് ഹരിച്ചപ്പോഴോ മടങ്ങ് 12 ആയി, മിച്ചം 3ഉം ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1111നെ 9 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ 1111 എന്ന് എഴുതുക, മുകളിൽ 9 എന്ന് എഴുതുക അല്ലേ. 9 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്, അതുകൊണ്ട് മുകളിൽ 9 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 9ൻ്റെ 1000ക്ക് എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വലിയതെടുക്കാം. അപ്പോൾ നോക്കൂ. നമ്മളൊരു 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 100 9 എത്രയാണ്? 100 9 900 ആണ് അല്ലേ.
പിന്നെ ഒന്നിനെ 9 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 900 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 100 നമുക്ക് എടുക്കാം. അപ്പോൾ 109 900 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് എന്ത് എഴുതുക, 100 × 9 = 900 എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ കള്ളിൻ്റെ ഉള്ളിലും ആ 900 എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, 1111 എന്ന് 900 കുറക്കണം അല്ലേ, എന്നിട്ട് അതിൻ്റെ താഴെ എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്, പിന്നെ 1111 900 കുറച്ചു. അപ്പോൾ എത്ര കിട്ടിയ, 211 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ 211 എത്ര 9 ഉണ്ട് നോക്കണല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അറിയാവുന്ന ഒരു സംഖ്യ എഴുതുക. അതായത് 100-ൽ പിന്നെ നമ്മൾ 10 എന്ന് എഴുതിയ പോലെ 200-ൽ അപ്പോൾ നമുക്കൊരു 20 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 20 എന്ന് ഇടത് ഭാഗത്ത് എഴുതി കൊടുക്കുക. 20 എന്ന് എഴുതുമ്പോൾ 29 എത്രയാണെന്നുള്ളത് വലത് ഭാഗത്തും എഴുതണം. 29 എത്രയാണ്, 29 18ആണ്. പിന്നെ അതിലൊരു പൂജ്യം അല്ലേ ഉള്ളത്, ആ ഒരു പൂജ്യം കൂടി ഇട്ടെടുക്കുക. അപ്പോൾ എത്രയാവും, 180 എന്ന് കിട്ടൂല്ലേ. 29 എത്രയാണ്, 180 അത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും എഴുതണം. അതായത് 211 എന്ന് എഴുതിയില്ലേ, അതിൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതുക, ആ 180 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യുക, 211 180 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതണം അല്ലേ. അപ്പോൾ എത്രയാണ്, 211 180 കുറക്കുമ്പോൾ 31 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ കള്ളിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുക, 31-ൽ എത്ര 9 ഉണ്ട് നോക്കുക അല്ലേ. ഒരു 3 9 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 എന്ന് ഇടത് ഭാഗത്ത് എഴുതുക അല്ലേ. ഇടത് ഭാഗത്ത് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 × 9 എത്രയാണ്, 27 എന്ന് കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. 3 × 9 27 എന്ന് നമ്മൾ സൈഡിലും എഴുതണം. ഇനി നമ്മൾ ആ 31 27 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക അല്ലേ. 31 27 കുറക്കുമ്പോൾ എത്രയാണ്, 4 എന്ന് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ 4-ൽ ഇനി 9 ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ 4 എന്താണ്, അതിൻ്റെ മിച്ചാണ്. പിന്നെ ഹരണഫലം അഥവാ മടങ്ങ് എത്രയാണ്, 100ഉം 20ഉം 3ഉം ഉണ്ടല്ലേ. അപ്പോൾ എത്രയായി, 123 അല്ലേ. അത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 123. അപ്പോൾ മടങ്ങ് എന്ന് പറയുന്നത് 123. അതുപോലെ മിച്ചെന്ന് പറയുന്നത് എത്രയാണ്, 4 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കള്ളിൻ്റെ ഇടത് ഭാഗത്ത് മടങ്ങ് = 123 എന്ന് എഴുതാം. അതുപോലെ പിന്നെ കള്ളിൻ്റെ ഉള്ളിൽ 4 മിച്ചം കിട്ടിയില്ലേ, അത് നമുക്ക് മിച്ചമാണ് എന്ന് എഴുതാം. പിന്നെ വലത് ഭാഗത്ത് 123 × 9 + 4 1111 എന്ന് എഴുതാം അല്ലേ. 123 × 9 എന്ന് പറയുക ആ മിച്ചമായിട്ടുള്ള 4ഉം കൂടെ കൂട്ടിയാലാണ് എന്ത്, ആ ഹാരിയായിട്ടുള്ള 1111 കിട്ടുന്നത്. ഇപ്പോൾ നോക്കൂ, 11-നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1 കിട്ടി, മിച്ചം 2 കിട്ടിയില്ലേ. 111-നെ 9 കൊണ്ട് ഹരിച്ചപ്പോഴോ മടങ്ങ് 12 കിട്ടി, മിച്ചം 3ആണ് കിട്ടിയിട്ടുള്ളത്. 1111-നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 123 കിട്ടി, മിച്ചം 4ഉം കിട്ടിയില്ലേ. അപ്പം എന്താ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് 11 എന്ന് പറഞ്ഞാൽ 2 അക്കങ്ങളാണ്, 2 ഒന്നുകളാണ് അല്ലേ. അതിൽ മടങ്ങ് വന്നത് 1ആണ്, അതിൻ്റെ മിച്ചം വന്നിട്ടുള്ളതോ 2 എന്നുമാണ്. ഇനി പിന്നെ 111-ൽ എത്രണ്ണാണ്, 3 അക്കങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ 2 വരെയുള്ളത്, അതായത് 1ഉം 2ഉം ആണ് മടങ്ങ് വന്നത്, 12 അല്ലേ. മിച്ചം എന്താ വന്നിട്ടുള്ളത്, ആ 3 എന്നും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് 1111 അതിൽ 4 അക്കങ്ങളാണുള്ളത്. ആ 4 അക്കമായപ്പോൾ 3 വരെയുള്ള അക്കം, അതായത് 1 2 3 123 മടങ്ങ് വന്നിട്ടുള്ളത്. മിച്ചമാണെങ്കിലോ 4 വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എത്രയായിരിക്കും, 11,111-ന് എത്രയായിരിക്കും മടങ്ങ് വന്നിട്ടുണ്ടാവുക. ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അല്ലേ. 11,111-നെ 9ൻ്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഊഹിച്ചെഴുതുക, എങ്ങനെയാണ്, അതിൽ എത്ര അക്കങ്ങളാണുള്ളത്, 5 എണ്ണമാണുള്ളത് അല്ലേ. അപ്പം 4 വരെയുള്ളതായിരിക്കും മടങ്ങ് വരിക, അതായത് 1 2 3 4 ആയിരിക്കും അല്ലേ. 1234 മടങ്ങ് വരിക. മിച്ചം എത്രയായിരിക്കും, മിച്ചം 5 ആയിരിക്കും അല്ലേ. 5 അക്കങ്ങളല്ലേ, അപ്പോൾ മിച്ചം വരുന്നത് 5 ആയിരിക്കും. ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഊഹിച്ചത് ശരിയാണോ എന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഊഹിച്ചത് എങ്ങനെയാണ്, മറ്റേതൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതി വെച്ച് നമ്മൾ ഊഹിച്ച് നോക്കിയതാണ്. നമുക്ക് ആൻസർ ശരിയാണോ എന്നൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 11,111 എന്ന് കള്ളിൻ്റെ ഉള്ളിലും മുകളിൽ 9 എന്ന് എഴുതിയില്ലേ. 9 കൊണ്ടല്ലേ ഇരിക്കേണ്ടത്, അപ്പോൾ 9 എന്ന് എഴുതി. ഇനി നമുക്ക് എത്ര കൊണ്ടാണ് ആദ്യം ചെയ്യുക, കുറച്ച് വലിയ സംഖ്യ ആയതുകൊണ്ട് വലിയ സംഖ്യ തന്നെ ആദ്യം ചെയ്ത് നോക്കുകയാണ് സുഖം. അപ്പോൾ നമുക്കൊരു 1000 ആദ്യം എടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ 1000 ആണെങ്കിൽ 1000 × 9 നമ്മൾ വലത് സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ 1000 × 9 എത്രയാണ്, 9000 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ എത്രയാണ്, 9000 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 11,111 9000 കുറച്ചിട്ട് താഴെയുള്ള കള്ളിയിൽ എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുക, 2111 എന്ന് കിട്ടുമല്ലോ. ഇനി നമുക്ക് അതിലും കുറച്ചും കൂടി ഒരു വലിയ സംഖ്യ, അതായത് പിന്നെ 2111 എത്ര 9 വരും എന്നുള്ളത് ഏകദേശം നോക്കിയിട്ട് വീണ്ടും ഒരു സംഖ്യ എഴുതുക.
ഒരു 200 എന്ന് എഴുതി വെക്കാം അല്ലേ. 200 ആവുമ്പോൾ എത്രയാണ്? 200 ഇൻറ്റു 9. 200 ഇൻറ്റു 9 എത്രയാ? 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 18 പിന്നെ 200-ലുള്ള 2 പൂജ്യം കൂടി ഇട്ടാൽ 1800 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ വലത് സൈഡിൽ എഴുതാം. 200 ഇൻറ്റു 9 സമം 1800 എന്ന് എഴുതുക. ഇനി കള്ളിൻ്റെ ഉള്ളിൽ ആ 1800 നമുക്ക് എടുത്ത് എഴുതണം. അപ്പോൾ നോക്കൂ, 2111 1800 ആണ് ഇനി കുറക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് പിന്നെ താഴെ എഴുതുക. അപ്പോൾ അതെത്രയാണ് കിട്ടുക? 311 അല്ലേ. 2111 1800 കുറക്കുമ്പോൾ 311 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ആ കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 311 എത്ര 9 വരെ ഉണ്ടാവാമെന്ന് നോക്കാം. ഒരു ഏകദേശം ഒരു സംഖ്യ എഴുതുക. ആദ്യം നമ്മൾ 30 കൊണ്ട് നോക്കുക അല്ലേ. 39 എത്രയാണ്? 3 9 27 അല്ലേ. അപ്പോൾ 39 എത്രയാണ്? 270 ആയിരിക്കും അല്ലേ. അപ്പോൾ 270 311 താഴെയാണ്. അപ്പോൾ നമുക്ക് 30 എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ വലത് ഭാഗത്ത് 30 ഇൻറ്റു 9 270 എന്ന് എഴുതുക. അതുപോലെ ആ കള്ളിൻ്റെ ഉള്ളിൽ 270 എന്ന് എഴുതുക. അപ്പോൾ 311 270 ഇനി കുറക്കേണ്ടത്. എന്നിട്ട് 311 270 കുറച്ച് അടുത്ത കള്ളിയിൽ എഴുതണം. അപ്പോൾ 311 270 കുറക്കുമ്പോൾ 41 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 41 എത്ര 9 ഉണ്ട് എന്നാണ് നോക്കേണ്ടത് അല്ലേ. 41 എത്ര 9 ഉണ്ട്? 4 9 36 അല്ലേ. അപ്പോൾ നമുക്ക് 41 ഉള്ളിലുള്ളതാണ് 36. അതുകൊണ്ട് 4 എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതാം അടുത്ത സംഖ്യ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്ത് 4 എന്ന് എഴുതുക, വലത് ഭാഗത്ത് അതുപോലെ എന്ത് എഴുതുക? 4 ഇൻറ്റു 9 സമം 36 എന്ന് എഴുതുക. അതുപോലെ കള്ളിൻ്റെ ഉള്ളിലും എന്ത് എഴുതുക? 36 എന്ന് തന്നെ എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? 41 36 കുറക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ 41 36 കുറക്കുമ്പോൾ 5 എന്ന് കിട്ടും അല്ലേ. 5-ൽ 9 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? മിച്ചമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇടത് ഭാഗത്ത് മടങ്ങ് സമം 1234 എന്ന് എഴുതാം. അതുപോലെ കള്ളിക്കുള്ളിൽ 5 കിട്ടിയത് അല്ലേ, അത് മിച്ചാണ്. പിന്നെ വലത് ഭാഗത്ത് എന്ത് എഴുതാം? 1234 9 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അതിലേക്ക് മിച്ചമായിട്ടുള്ള 5 കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 11,111 എന്നുള്ള ആ ഒരു ഹാര്യം കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഊഹിച്ച പോലെ തന്നെ അല്ലേ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അതായത് മടങ്ങ് 1234 മിച്ചം 5. ഇത് നമ്മൾ നേരത്തെ ഊഹിച്ചുകാണ്ട് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലേ സൈഡിൽ. അതന്നെയാണ് നമുക്കിങ്ങനെ ഹരിച്ചുകാണ്ട് കിട്ടിയപ്പോഴും എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 5 ഒന്നുകൾ വരെയുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി 6 1, അതായത് 1,11,111. അതിനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മടങ്ങ് എത്രയാണ് കിട്ടുക? നമുക്ക് ആ ഒരു ഊഹം വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും. എന്താണ്? 6 ഒന്നുകളായതുകൊണ്ട് 5 വരെയുള്ളത് എഴുതുക. 1 2 3 4 5 അതാണ് മടങ്ങ് വരുന്നത്. മിച്ചാണെങ്കിൽ 6 തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, 7 1 വരുന്നത്. 7 1 വരുന്നതിനെ കൊണ്ട് 9നെ ഹരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? മടങ്ങ് 6 വരെയുള്ള സംഖ്യ, അതായത് 1 മുതൽ 6 വരെ എഴുതുക. എന്നിട്ട് മിച്ചം 7 എന്നും എഴുതുക. ഇനി അടുത്തതോ 8 ഒന്നുകളാണെങ്കിലോ 8 ഒന്നുകൾ എഴുതിയിട്ട് ഹരിക്കണം 9 എന്നാണെങ്കിൽ അതിൻ്റെ മടങ്ങ് വരുന്നത് 7 വരെയുള്ള സംഖ്യ എഴുതുക. 1 മുതൽ 7 വരെയുള്ള സംഖ്യ എഴുതുക. മിച്ചം എന്തായിരിക്കും? 8 ആയിരിക്കും. ഇതെങ്ങനെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.